നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടേക്ക് കിടക്കാം. നിഫ്റ്റി ചാർട്ട് ഇന്ന് ഭയങ്കരമായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ, നന്നായിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഞാൻ നേരെ ഷൂട്ട് ചെയ്തു. പ്രൈസ് ഓവറോൾ ബുള്ളിഷ് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു വീക്ക്നെസ് കാണുന്നില്ല സ്ട്രക്ചറലി. ആൻഡ് സ്ട്രക്ചർ ബുൾസ് തന്നെ ആയി. എങ്ങനെ അയച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ലാസ്റ്റ് വീഡിയോ തന്നെ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രൈസ് ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ അപ്പോൾ പ്രൈസ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് താഴത്തെ ഇതെല്ലാം പ്രോബബിലിറ്റി തീരും ആൻഡ് ദെൻ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാൻ തുടങ്ങും. ഇത് പ്രോപ്പർലി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ബട്ട് ആക്ച്വലി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. എനിക്ക് ഉള്ള കാര്യം പറയാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ഡി ഡയൽ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഒരു ഡിപ്പ് ആൻഡ് ദെൻ അപ്പ് മൂവ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് പ്രൈസ് നേരെ ന്യൂസ് ബേസ്ഡ് ആണ്. സോ നേരെ ഗ്യാപ്പ് അപ്പ് തന്നെ ഇതിൻ്റെ അബവ്, ബ്ലാക്ക് ലൈൻ്റെ അബവ് തന്നെ. ആൻഡ് ജസ്റ്റ് അവിടെ നിന്ന് എക്സാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ട ആ ഒരു പോയിൻറ്റിന് കറക്റ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് അവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തു. ഞാൻ ഗ്രാബ് ചെയ്തില്ല ഉള്ള കാര്യം പറയാം. എനിക്കത് പിടിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ജെന്യുവൻ മൂവ്സ് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പിടിക്കാൻ പറ്റിയ ഒരു മൂവ് അല്ലല്ലോ. ബട്ട് നടന്നു. ഓക്കെ, നമുക്ക് അറിയാമായിരുന്നു ഓക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. ബട്ട് ഇത്രയ്ക്ക് ഹ്യൂജ് മൂവ് ആൻഡ് നേരെ ഓപ്പണിങ് ഇതിൻ്റെ അബവ് അങ്ങനെയൊക്കെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ലായിരുന്നു. റീസൺ നമ്മൾ എ ബി സി സ്ട്രക്ചറല്ല നമ്മൾ ഡിസ്കസ് ചെയ്തത്. എ ബി സി സ്ട്രക്ചർ സി ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പ് ആൻഡ് ദെൻ വീണ്ടും ഇവിടെ നിന്ന് ബൗൺസ്. അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, റൈറ്റ്? ജനുവരി ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഇത് ഡയറക്റ്റ് ഓപ്പണിങ്. സോ ഓവറോൾ അത് നമുക്ക് വിട്ടേക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്, ഒരു ഡൗട്ടില്ല. ഓക്കെ, പ്രൈസ് ബുള്ളിഷാണ്, ഒരു ഡൗട്ടില്ല. ഒന്നും നമുക്ക് നോക്കാനില്ല പ്രൈസിൽ ഇനി. ബട്ട് കൂടുതൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനില്ല. റീസൺ പ്രൈസ് സസ്റ്റെയിൻ ആയാൽ കൊള്ളാം. സോ ഇവിടെ നിന്ന് ഫർദർ അപ്പ് മൂവ് നമുക്ക് കിട്ടും. ആ മൂവ് നമുക്ക് 25,000, 25,200, 300 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, സോ അത് നമ്മൾ എങ്ങനെ നോക്കാനാണ് ബിഗർ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഡിഗ്രി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇവിടെ നിന്ന്, റൈറ്റ്? ഇവിടെ നിന്ന് 1, 2, 3, 4, 5 ആൻഡ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ വരേണ്ടതാണ്. ആ ഫോൾ ഇവിടെ 1 ഡിഗ്രി കംപ്ലീറ്റ് ആ ഫോൾ വന്നത് ഇത്രയേ ഉള്ളൂ. അത് റെയർ കേസസിലാണ്. അത് മീൻസ് ദഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ ശരിക്കും സെക്കൻഡ് ഡിഗ്രി ഫോൾ നല്ലപോലെ അത്യാവശ്യം 50% റെയർ കേസസിൽ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് അത്യാവശ്യം ഫോൾ വരേണ്ടതായിരുന്നു, ബട്ട് വന്നില്ല. സോ സ്റ്റിൽ ബിഗർ ടൈം ഫ്രെയിമിൽ ഞാൻ കൺഫ്യൂസ് ആണ്. ഇവരെന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രോപ്പർലി പറയാൻ പറ്റില്ല. അത് കണ്ടോ 23.60%. ഇത് ശരിക്കും മിനിമം റേഷ്യോ ഇത്രയാണ്, 38.20%. ബട്ട് ഈ ഒരു റേഷ്യോ തന്നെ ഇവർ പ്രൈസ് ഇവിടെ നിന്ന് പൊക്കി. സോ കൂടുതൽ എനിക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ പറയാനൊന്നുമില്ല. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിം ഒന്നും പറയാനില്ല. നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്യാൻ ഇൻട്രഡേ പർപ്പസിൽ മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, സോ അതെങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ലെഗ് പിടിക്കാം. ഇവിടെ നിന്ന് ബൗൺസ് എന്നതാണത്. സോ ആ ലെഗ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ സോ അത് ഇവിടെ നിന്ന് ഫിബൊനാച്ചി ഇവിടെ നിന്ന് എടുക്കുക ആൻഡ് ദെൻ ലേറ്റസ്റ്റ് ഈ ഒരു ഇവിടെ വെച്ചു. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ലെവൽസ് നമുക്ക് കിട്ടുന്നത്, റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 61.80%. ദാറ്റ് മീൻസ് 24,975. ഓക്കെ, ആൻഡ് ദെൻ സഡൻ 25,000 അത് നല്ലൊരു നമ്പറാണ്, ഹ്യൂജ് നമ്പറാണ്. 25,000 അത് മറക്കരുത്, അത് എന്തായാലും മറക്കരുത്. 25,000. ഓക്കെ, ഇതിൻ്റെ അബവ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ 25,000 അബവ് ഈസിലി നമുക്ക് മൂവ് ഈസിലി കിട്ടും. 100, 200, 300 വരെ നമുക്ക് ഈസിലി മൂവ് കിട്ടും. അത് ഈസിലി പ്ലേ ചെയ്യാം. പ്രൈസ് സസ്റ്റെയിൻ ആവണം. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഇതായിരിക്കും 24,585. ദാറ്റ് മീൻസ് ഈ ഒരു ഹൈ. ഓക്കെ, ഈ ഒരു ഹൈ നല്ല സപ്പോർട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നല്ല സപ്പോർട്ടാണ്. ആൻഡ് ദെൻ വരുന്ന നെക്സ്റ്റ് സപ്പോർട്ടായിരിക്കും ഈ ഒരു ലെവൽ. ഏതാ 24,450. ഇത് 81.20% ഏരിയ കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഒരു നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ റെസിസ്റ്റൻസ് ആയി ഇതുമായി. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു സപ്പോർട്ട് വരുന്നത് ഇതാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഇത് കണ്ട, ഇത് OB ആണ്, ഓർഡർ ബ്ലോക്ക്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇൻ കേസ് നമുക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ വിളിച്ച് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യുക. നമുക്ക് ഈസിലി നമുക്ക്
ട്രേഡ് ചെയ്യാൻ പറ്റും. സ്മോൾ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കാണ് ഇത് കണ്ടോ. ഇവിടുന്ന് പിൻബാർ വലിച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്രഷ് ലെയറിൽ തുടങ്ങിയതാണ്. ഓക്കെ, ഈ ഒരു ഏരിയ കൺസോളിഡേഷൻ ആൻഡ് ദെൻ പിൻബാർ വലിച്ചിട്ട് ഒറ്റ ഒരു പോക്ക് ന്യൂസ് ബേസ് ആയിരുന്നു ഇന്നത്തെ ഈ ഒരു പോക്ക്. സെക്കൻഡ് ഹാഫിൽ ന്യൂസ് ഉണ്ടായില്ല ഓൾവേസ്, അത് പറയാം. ഓക്കെ, സോ ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, എൻഡിങ് നല്ല പാറ്റേൺ ഫോം ചെയ്യണു. സോ നോക്കിയിട്ട് വേണം അപ്പ് സൈഡ് ട്രേഡ് ഒന്ന് ജസ്റ്റ് നോക്കുക. കറക്ഷൻ കിട്ടുവാണെങ്കിൽ ഇതിന് വീണ്ടും അപ്പ് ട്രേഡിലേക്ക് കയറാം. ഓക്കെ, സോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. എനിക്ക് നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഇതിനകത്ത് വേറെ കൂടുതലൊന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാൻ നോക്കും. ബാങ്ക് നിഫ്റ്റി സെയിം തന്നെ നിഫ്റ്റിയുടെ പോലെ ഇതൊക്കെ ഉണ്ടോ, ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആൻഡ് അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയി ആൻഡ് ദെൻ വീണ്ടും ഐ തിങ്ക് അത് വലിയൊരു മൂവ് കിട്ടിയില്ല, സൈഡ് വേസ് ആയിരുന്നു എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി അത് തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇതിന് ഞാൻ എൻഡിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ, എൻഡിങ്. സോ എല്ലാത്തിനും ഒരു ലെഗ് കൂടി എൻഡിങ് പാറ്റേണിലും ഉണ്ടായിരുന്നു. സ്മോൾ ടൈം ഫ്രെയിം കൗണ്ട് ചെയ്യണമെങ്കിലുള്ളൂ 1 leg ഉണ്ടായിരുന്നു. ബട്ട് ന്യൂസ് കിട്ടി ഇതിനുള്ളൊരു കൗണ്ട് ചെയ്യണമെങ്കിൽ 5 മൂവ്സ് അല്ല നോക്കണം. 1 2 3 4 ആൻഡ് ഒരു 5 ലാസ്റ്റ് കിട്ടിയില്ല, ബാക്കിയില്ല എന്ന് പറയാത്ര. എനിക്ക് നേരെ ഗ്യാപ്പ് അപ്പ് ആക്കിയ അത്രയ്ക്ക് ഒരു സൂപ്പർ പൊളി മൂവ് തോന്നുന്നു, അടിപൊളി മൂവ് ആയിരുന്നു കേട്ടോ. എനിവേ സോ നെക്സ്റ്റ് സപ്പോർട്ട് ചെയ്തായി. ഇനി വീക്ക്നെസ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ. ഇത് ഇവിടെ എൻഡിനൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട് കണ്ടോ. എൻഡിനൽ പാറ്റേൺ മീൻസ് ഇവിടുത്തെ ഒരു 1 മൂവ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഡൗൺ വരും, പിന്നെ തേർഡ് മുകളിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥം. 5 മൂവ്സ് നോക്കുകയാണെങ്കിൽ കണ്ടോ, എൻഡിനൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഡിപ്പിൽ ബൈ തന്നെ ആയിരിക്കും, ഡിപ്പിൽ ബൈ തന്നെ ആവേണ്ടതാണ്. വെരി സ്ട്രക്ചർ ഫേക്ക് മൂവ് ഇല്ലെങ്കിൽ ഇത് ഫേക്ക് മൂവ് ഇല്ലെങ്കിൽ ബൈ. സ്ട്രെങ്ത് കാണുന്നുണ്ട്, ഇല്ല എന്നല്ല, സ്ട്രെങ്ത് കാണുന്നുണ്ട്. നമുക്ക് ഉള്ള കാര്യം പറയാമല്ലോ, സ്ട്രെങ്ത് കാണുന്നത്. സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഓക്കെ എന്ന് പറയുന്നത്, പക്ഷേ ഈ സ്ട്രക്ചറിൽ സ്ട്രെങ്ത് ഉണ്ടാക്കും. സോ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് സപ്പോർട്ട്, ഇത് സപ്പോർട്ടായിട്ടാണ് കേട്ടോ. യെസ്, വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല. വേഗം സെൻസെക്സിൽ പോകാം. സെൻസെക്സും എല്ലാ ഇൻഡെക്സും കണ്ട ഞാൻ ബ്ലാക്ക് ലൈൻ തന്നായിരുന്നു, അതിൻ്റെ അബവ് ബുള്ളിഷ് ആവും. ഓപ്പണിംഗ് ഓൾമോസ്റ്റ് അവിടെ തന്നെ അതിൻ്റെ അബവ് ആയിരുന്നു. എല്ലാത്തിൻ്റെ ഓപ്പണിംഗ് എല്ലാം അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. സോ സെൻസെക്സിൻ്റെ കൗണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ഫിബൊനാച്ചി നോക്കിയെടുക്കാം. ആൻഡ് ദെൻ ഫ്രം ഹിയർ ടു ആൻഡ് ദെൻ ദിസ് ലോ. ഓക്കെ, എന്നിട്ട് ലെവൽസ് കിട്ടും. അതുപോലെ തന്നെ എല്ലാവരും കൂടി മാർക്ക് ചെയ്തേക്കണം കണ്ടോ. ഇത് പെർഫെക്റ്റ്ലി അവിടെ തന്നെ എത്തിയല്ലോ. ഇനി ഇതിൻ്റെ അബവ് ലെവലിൽ നോക്കിയിട്ട് മതി. ഡിപ്പ് വന്നിട്ട് പിന്നെ പ്ലേ ചെയ്താൽ മതി കേട്ടോ. സെൻസെക്സിൽ ഡിപ്പ് വന്നാൽ പ്ലേ ചെയ്യാൻ കുറച്ചുകൂടി ബെറ്ററാണ്. ആസ് ഫോർ മീ സേഫ് അത് തന്നെ ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് സപ്പോർട്ട് ഈ ഒരു ലോ, ഇന്നത്തെ ലോ. ഓക്കെ, പിന്നെ യെസ് ഇതാണ് നെക്സ്റ്റ്. പിന്നെ സപ്പോർട്ടായി, സപ്പോർട്ട്സ് ആയി. എൻഡി ലെവൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് വീക്കാണ്, മീൻസ് കാണിക്കുന്നത് ഒരു വീക്കാണ്. വീക്ക്നെസ്, സ്ട്രോങ് ബുളിഷ്നെസ് ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, സ്ട്രോങ് ബുളിഷ്നെസ് ഇപ്പോൾ കാണുന്നില്ല. സോ ഒരു ഡിപ്പിൽ വീണ്ടും ബൈ തന്നെ വരുള്ളൂ ഇല്ല. സോ ഈസിലി നമുക്ക് നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. ഡിപ്പിൽ ബൈ വരണം, ഹോൾഡ് ചെയ്യരുത്, വരണം. ബട്ട് ഒരു ഡേയുടെ സിംഗിൾ ഒരു മൂവ്, ന്യൂസ് ബേസ് ഒരു മൂവ് വന്നല്ലോ, അത് ദഹിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിൽ വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയൊരു സഡൻ മൂവ്, ജമ്പ് അതൊക്കെ. യെസ്, ബുളിഷാണ് നമ്മൾ. ഞാൻ ഒത്തിരി നാളായിട്ട് നമ്മൾ ബുളിഷാണല്ലോ, ബോട്ടംസ് അപ്പ് ഫൈൻ ചെയ്തിരിക്കുകയായിരുന്നു നമ്മൾ, ഓർക്കുന്നുണ്ടല്ലോ എല്ലാം കൂടി. സോ മൂവ് വരുമ്പോഴത്തേക്ക് ഒരു പ്രൈസ് ആക്ഷൻ ബേസിൽ പ്രോപ്പർ മൂവ് വരേണ്ടതാണ്, പ്രോപ്പർ മൂവ് വരണം. എന്നിട്ടേ ശരിക്കും അത് നമുക്ക് നമ്മുടെ പോലത്തെ സിമ്പിൾ സാധാരണകൾക്ക് അത് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇതൊരു ഓപ്പറേറ്റേഴ്സ് മൂവായി, ഭയങ്കരമായിട്ട് ഹ്യൂജ് സഡൻ ഒരു ഹ്യൂജ് ന്യൂസ് ആൻഡ് ഹ്യൂജ് ഓഫ് മൂവ്. ഓക്കെ, എനിവേ ഇതിൻ്റെ ലെവൽസ് എത്ര ഉള്ളൂ. ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നേരെ റെസിസ്റ്റൻസ് എല്ലാം കണ്ടോ, ഇത് കണ്ടോ എക്സാക്ട്ലി റെസിസ്റ്റൻസ് തന്നെ. ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഈ ഒരു ഫുൾ കൺസോളിഡേഷൻ്റെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ. ഈ ഒരു സോൺ ഇത് ഫുൾ ഇതിൻ്റെ അബവ് ആണെങ്കിലോ ഇതിൻ്റെ ബിലോ ആണെങ്കിൽ മാത്രമേ പ്രൈസ് നമുക്ക് എന്തെങ്കിലും മൂവ് തരത്തുള്ളൂ. അത് നേരെ ഓപ്പണിങ് എക്സാക്ട്ലി അതിൻ്റെ അബവ് ഓപ്പണിങ് ആൻഡ് ദെൻ പ്രൈസ്. ഓക്കെ, ഒന്നും പറയണ്ട ഇപ്പോഴത്തെ മൂവ്സ്. ഓക്കെ, ഇനി ഫോൾ ഇതിൻ്റെ അബവ് ബാക്കി ഇത് ഇവിടെ കിടക്കുന്ന സ്മോൾ ഓർഡർ ബ്ലോക്ക് ഇവിടെയും ഇതിനകത്തുണ്ട്. സ്മോൾ സപ്പോർട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ഇൻട്രാഡേ പർപ്പസിന്. ഓക്കെ, സപ്പോർട്ടായി താഴത്തെ ഇതൊക്കെ എല്ലാം സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതിന് അതുകൂടി ബ്രേക്ക് ചെയ്യുക, പിന്നെ ഇത് സപ്പോർട്ടാണ്. ഓക്കെ, സോ വേറെ അധികം ഹ്യൂജ് മൂവ് വേറെ ഒന്നും ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ല.
ബാക്കി ഇത് റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയും നമ്മൾ ഇത് നോക്കാനാണെങ്കിൽ ഫിബൊനാച്ചി എടുക്കുക. ദെൻ ഫ്രം ഹിയർ ടു ഇത്ര. ഓക്കെ, യെസ്. സോ 141 പോയിൻറ്റ് ആൻഡ് 161.80% ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ നോക്കിയിട്ട് എല്ലാവരും കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വീഡിയോ പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ പറ്റണം. താങ്ക് യു സോ മച്ച്.